നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അത് ശരിയാ. ഇതിപ്പോ ആർക്കും അറിയാത്ത ലാലേട്ടനാ പുള്ളിയെ തല്ലിക്കൊന്നേന്ന് ഇത് ലോകം മൊത്തം അറിയാം. പോലീസുകാർ മാത്രമല്ലല്ലോ, ലോകം മൊത്തം അറിയാം, എല്ലാവർക്കും. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ എന്തോ കേട്ടില്ല. സ്ലോട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് കണക്ട് ചെയ്തിട്ടേക്കണേ. ഞാൻ ഒന്ന് കണക്ട് ചെയ്തിട്ട് പെട്ടെന്ന്. പക്ഷെ പ്രൂഫ് ഇല്ല. വരുൺ അറിഞ്ഞൂടാ. എടാ മണ്ട, വരുൺ ചത്തുപോയില്ലേ? വരുൺ ഉള്ളോണ്ടാ. വരുൺ നീ മണ്ടനാണാ നീ? വരുൺ ചത്തുപോയില്ലേ? അവരെങ്ങനെ അറിയാനാണ് ആരാ കൊന്നേന്ന്? അത് ശരിയാ, അവനറിയാലോ ആൾറെഡി ആരെ അവനെങ്ങനെ അറിയാൻ പറ്റും ആരാ കൊന്നേന്ന്? അവൻ മരിച്ചു പോയില്ലടാ ഓൾറെഡി. മരിക്കുന്നതിന് മുന്നേ അവൻ അറിയാലോ ആരാ കൊന്നേന്ന്. മരിച്ചു കഴിഞ്ഞില്ലേ? മരിച്ചു കഴിഞ്ഞ് എങ്ങനെ അറിയാൻ പറ്റും? മരിക്കുന്നതിന് തൊട്ട് മുന്നത്തെ സെക്കൻഡുകളിൽ അതറിയിട്ട് എന്ത് കാണിക്കാൻ? മരിഞ്ഞില്ലേ? അപ്പോഴും ഒരാൾക്ക് അറിയാലോ. പൊട്ടാണോ ഇതിനൊക്കെ? ഹലോ ഹലോ, ബാക്കി കണ്ടിട്ട് കയറാം. നമുക്ക് ആ ഫ്ലോയിൽ ആയതൊട്ട് തന്നെ കാണാം. ഫ്ലോയിൽ ആയതൊട്ട് നമുക്ക് കാണാം. വാ, 1 2 3 സ്റ്റാർട്ട്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. ഇയാളാണൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജോട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാത്തെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ. ഓ സത്യമല്ലേ? ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? കൊള്ളാലേ. എടാ നിങ്ങളെല്ലാരും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഇത്രയും ക്രിമിനൽ മൈൻഡിൽ തിങ്ക് ചെയ്തത് ജീത്തു ജോസഫ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. പുള്ളി ഈ പടം മേക്ക് ചെയ്യാൻ ഏത് ലെവലിൽ തിങ്ക് ചെയ്തെന്ന്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എടുത്തു നോക്ക്. എന്റെ അമ്മോ. എന്തായാലും 21-ാം തീയതി അല്ലേ? ഇന്നിപ്പോ എത്ര? 12 ദിവസത്തോടെ. ലാലേട്ടന്റെ ബർത്ത്ഡേയാ. ലാലിന്റെ ബർത്ത്ഡേ ആണോ 21-ാം തീയതി? ബർത്ത്ഡേ ആണെന്ന് ഇറക്കുന്നേ, അതിനല്ലേ ഇത്ര മാറ്റി വെച്ചേ. അയ്യോ, അതെ 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 അതെ. അല്ല ഈ വിട്ടേനെ കേട്ടാ ശരിയെന്ന് പറഞ്ഞ വിട്ടേനെ. ഞാൻ ഇവന്റെ വായിന്നത് വീണോണ്ടേ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമായിരുന്നു എനിക്ക് കേട്ടാ. ജസ്റ്റ് അതിനു വേണ്ടി. എന്താ? ഇല്ല, കണ്ടില്ല, ഞാൻ കണ്ടില്ല. ഇല്ല പോലീസ് കണ്ടില്ല കേട്ടോ. തിരിഞ്ഞിരിക്കുന്നത് പെട്ടെന്ന് ഞാൻ ഗണേഷ് കുമാറിനെ പുള്ളിയെ ശ്രദ്ധിച്ചത്. ഓക്കെ.